അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, PSCയുടെ ഏറ്റവും അവസാനം നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ചർച്ചയാണ് നമുക്കിവിടെ നടത്താനുള്ളത്. മോഡേൺ ലിറ്ററേച്ചർ, അബ്ബാസി, ഇസ്ലാമിക് ലിറ്ററേച്ചർ, മഹജർ തുടങ്ങി 3-4 ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു 5-8 ചോദ്യങ്ങൾ മാത്രമാണ്. അത് വിശദമായി നമുക്ക് ചർച്ച ചെയ്തു പോകാം. എല്ലാവരും റെഡിയല്ലേ? ഓക്കെ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വഫിഖുൽ അമൂദൈനി, ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം തന്നെ. ഒരു ഭാഗത്ത് 4 സാഹിത്യകാരന്മാരുണ്ട്, മറ്റൊരു ഭാഗത്ത് അവരുടെ രചനകളാണ് ഉള്ളത്. ഓക്കെ, അറിയുന്നവർ കമന്റ് ബോക്സിൽ ചെയ്തോളൂ. തൗഫീഖുൽ ഹക്കീം, ജുബ്രാൻ ഖലീൽ ജുബ്രാൻ, ത്വാഹ ഹുസൈൻ, അജീം മഹ്ഫൂദ്, അൽ അയ്യാം, സുക്രിയ, മീലാദുൽ ബത്തൽ, അൽ അജ്നിഹത്തുൽ മുതകസ്സിറ. ഓക്കെ, നമുക്കിവിടെ കാഴ്ചക്കാരായിട്ട് ആൾക്കാർ വേണ്ടല്ലോ? വേണ്ട. എല്ലാവരും ഉത്തരം ചെയ്യണേ. ഓക്കെ, ഉത്തരം നോക്കാം. ശരിയായ ഉത്തരം ബി ആണ്. കുറച്ചാളുകൾ ബി ചെയ്തിട്ടുണ്ട്. അപ്പോ തൗഫീഖുൽ ഹക്കീമിന്റെ കൃതി ഏതാണ്? തൗഫീഖുൽ ഹക്കീമിന്റെ കൃതി മീലാദുൽ ബത്തൽ. തൗഫീഖുൽ ഹക്കീമിന്റെ കൃതി മീലാദുൽ ബത്തൽ. ഇത് 1, 2, 3, 4 ആണ്. ഇത് ABCD അഥവാ അബ്ജദ്. ആകെ കൺഫ്യൂഷൻ ആയോ? ഇത് 1, 2, 3, 4. ഇത് അബ്ജദ്. ഓക്കെ, തൗഫീഖുൽ ഹക്കീമിന്റെ കൃതിയാണ് മീലാദുൽ ബത്തൽ. ജുബ്രാൻ ഖലീൽ ജുബ്രാന്റെ കൃതിയാണ് അൽ അജ്നിഹത്തുൽ മുതകസ്സിറ. ത്വാഹ ഹുസൈന്റെ കൃതി ഏതാണ്? വളരെ അയ്യാമ. ത്വാഹ ഹുസൈന്റെ കൃതിയാണ്. നജീബ് മഹ്ഫൂദിന്റെ കൃതി അസുക്രിയ. ഓക്കെ, യെസ്, ക്ലിയർ ആയില്ലേ? സി അല്ലേ അപ്പോൾ എന്ന് പറഞ്ഞു. സി ആണോ? അല്ലല്ലോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷൻ സി ആണ്. നമ്മളിവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ചെറിയ മാറ്റം വരുത്തിയതാണ്. ഈ ഓപ്ഷൻ ചെറിയ മാറ്റം വരുത്തിയതാണ്. ഇവിടെ ഉള്ള അനുസരിച്ച് ശരിയല്ലേ? ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഓപ്ഷൻ ഇതേ രീതിയിൽ വരുന്നത് 3-ാമത്തേതായിട്ടാണ് വരുന്നത്. യെസ്, ഇതിൽ നമ്മൾ ഇവിടെ കൊടുത്തതിൽ 3-ാമത്തെ ഓപ്ഷൻ കറക്റ്റ്. കണ്ണും പൂട്ടി വായിക്കാതെ എഴുതുന്ന ആളുകൾ കുഴിയിൽ വീണിട്ടുണ്ടാവും. ക്വസ്റ്റ്യനിൽ സി ആണ്, അതുകൊണ്ട് ഇവിടെ സി ആക്കാം എന്ന് വിചാരിച്ച ആളുകൾ. പ്രഗത്ഭരായ 4 സാഹിത്യകാരന്മാരാണ് ഇവര്. തൗഫീഖുൽ ഹക്കീം നാടകകലയിലെ പ്രസിദ്ധനും അധികായനൊക്കെയാണ്. ജുബ്രാൻ ഖലീൽ ജുബ്രാൻ പ്രവാസ സാഹിത്യ ലോകത്തെ മുടിചൂടാമന്നനാണ്. ത്വാഹ ഹുസൈൻ അറബ് സാഹിത്യ ലോകത്തെ ആധുനികരിൽ അദ്വിതീയനാണ്. പ്രിൻസിപ്പൽ എന്ന സ്ഥാനപ്പേര് അദ്ദേഹത്തിനില്ലേ? എന്ത് പ്രിൻസിപ്പലാണ്? ലിറ്ററേച്ചറിന്റെ പ്രിൻസിപ്പലാണ് അദ്ദേഹം. അമീദുൽ അദബ് അൽ അറബി, അറബ് സാഹിത്യത്തിന്റെ പ്രിൻസിപ്പലാണ് അദ്ദേഹം. അമീദ് അൽ അദബ് അൽ അറബി. നജീബ് മഹ്ഫൂദിനെ കുറിച്ച് എന്ത് പറയാം? ആരാണ് നജീബ് മഹ്ഫൂദ്? ആരാണെന്നുള്ള ചോദ്യത്തിന് തന്നെ പ്രസക്തി ഇല്ലാത്ത വിധം പ്രഗത്ഭനായ സാഹിത്യകാരനാണ് നജീബ് മഹ്ഫൂദ്. എന്തുകൊണ്ടാണ് അങ്ങനെ നജീബ് മഹ്ഫൂദ് അതിപ്രഗത്ഭനായത്? അയാൾ ഇതുപോലെ എന്തെങ്കിലും പ്രിൻസിപ്പലോ അങ്ങനെ എന്തെങ്കിലും ആണോ? ആദ്യമായിട്ട് നോബൽ പ്രൈസ് കിട്ടിയതല്ലേ? യെസ്, നോബൽ പ്രൈസ് കിട്ടിയ അറബ് സാഹിത്യത്തിൽ നോബൽ പ്രൈസ് കിട്ടിയത് ഇദ്ദേഹത്തിനാണ്. ആദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ രണ്ടാമതായിട്ട് വേറെ ആൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഒരാൾക്കല്ലേ കിട്ടിയിട്ടുള്ളൂ അറബ് സാഹിത്യത്തിൽ നോബൽ പ്രൈസ്. യെസ്, അറബ് സാഹിത്യത്തിൽ നോബൽ പ്രൈസ് ഇദ്ദേഹത്തിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇവരുടെയൊക്കെ പ്രസിദ്ധമായ കൃതികളാണ് നമ്മളിവിടെ കണ്ടത്. ഇതിലിപ്പോ ഈ മീലാദുൽ ബത്തൽ എന്നുള്ളതാണ് ഇതിന്റെ നമ്മൾ ചിലരെങ്കിലും കേൾക്കാത്ത കൃതി ഉണ്ടാവുള്ളൂ. അയ്യാമ ത്വാഹ ഹുസൈൻ്റെതാണ് നമുക്കറിയാം.
നജീബ് മഹ്ഫൂദിന്റെ സുക്രിയ, അദ്ദേഹത്തിന് നോബൽ പ്രൈസ് നേടിക്കൊടുത്ത 3 കൃതികളിൽ ഒന്നാണ് സുക്രിയ. മറ്റ് 2 കൃതികൾ ഏതൊക്കെയാണ്? ബൈനൽ ഖസറൈനി, ഖസ്റു ഷൗക്ക്. പിന്നെ അൽ അജ്നിഹത്തുൽ മുതകസ്സിറ ജുബ്രാന്റെ കൃതിയാണ്. അടുത്ത ചോദ്യം നോക്കാം. വസിഅതു കിതാബല്ലാഹി ലഫ്ളൻ വഗായതൻ വമാ ളിഖതു അൻ ആയിം ബിഹി വഇലാത്തി ലിമൻ ഹാദൽ ബൈത്ത്. ഈ വരി, കവിതാ വരി ആരുടേതാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ അർത്ഥം വേണമെങ്കിൽ പറയാം. യെസ്, മറബുരീഷ, ഹാഫിദ് ഇബ്രാഹിം, ഇലി അബുമാലി, അബുൽ ഖാസിം ഷാബി, 4 പേരാണുള്ളത്. ഇവരിൽ ഈ കവിത ആരുടേതാണ്? ഹാഫിദ് ഇബ്രാഹിമിന്റെ കവിതയാകുന്നു. എന്തിനെ കുറിച്ചുള്ള കവിതയാണിത്? അറബി ഭാഷയുടെ നിലവിലെ അവസ്ഥ, തൽസ്ഥിതിയെ കുറിച്ചുള്ള കവിതയാണ്. അൽ ലുഗത്തുൽ അറബിയ എന്നാണ് ഈ കവിതയുടെ ശീർഷകം, ഹെഡിങ്. വസിഅതു, അറബി ഭാഷ പറയാണ്, വസിഅതു, ഞാൻ വിശാലമാണ്, കിതാബ് അല്ലാഹി ലഫ്ളൻ വഗായതൻ, വിശുദ്ധ ഗ്രന്ഥത്തിന് ഞാൻ വിശാലമാണ്. വിശുദ്ധ ഗ്രന്ഥത്തെ ഉൾക്കൊള്ളാൻ മാത്രം എൻ്റെ ആശയങ്ങളും പദങ്ങളും, അതാണ് ലഫ്ളൻ വഗായതൻ, പദങ്ങളും ആശയങ്ങളൊക്കെ വിശാലമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പെരുത്ത് ആശയങ്ങളുണ്ടെന്ന് ലോകത്ത് എല്ലാവരും അംഗീകരിച്ചാണ്. ആ പെരുത്ത ആശയങ്ങളെ മാലോകർക്ക് കൈമാറിയത് ഞാനാണെന്ന് പറയുന്നത് ആര്? അറബി ഭാഷ. ഞാനാണ് കൈമാറിയത്. ഞാൻ ഇടുങ്ങി നിൽക്കുന്നില്ല. ആ എംബിഹി വഴിലാത്തി, ആ വിശുദ്ധ ഖുർആനിലെ ഒരു സതുപദേശവും ഒരു ദൃഷ്ടാന്തത്തിന്റെ വിഷയത്തിലും ഞാൻ ഇടുങ്ങി നിൽക്കുന്നില്ല. അഥവാ വിശുദ്ധ ഖുർആനിൽ നിന്നും നിരവധി സാരോപദേശങ്ങളും ദൃഷ്ടാന്തങ്ങളും മാലോകർക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ദൃഷ്ടാന്തം അറബി ഭാഷ ഞാൻ കാരണത്താൽ മാലോകർക്ക് കിട്ടാത്തതായിട്ടില്ല. ഞാൻ എന്ന അറബി ഭാഷയിലൂടെ തന്നെ എല്ലാ ആശയവും ലോകത്തിന്, എല്ലാ ഉപദേശവും ലോകത്തിന് ലഭ്യമാകുന്നുണ്ട്. ഓക്കെ, ഈ കവിതയുടെ ആദ്യ വരി ഏതാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും കാണാതെ ഓക്കെ. ഇനി ഹാഫിദ് ഇബ്രാഹിമിനെ കുറിച്ച് വേണമെങ്കിൽ ചെറിയ രൂപത്തിൽ നമുക്ക് നോക്കാം. ഷായർ മിസ്രി മുല്ലഫി ദൈറൂത്തിൽ ജനിച്ച ഈജിപ്ത് സാഹിത്യകാരനാണ്, കവിയാണ്. ഒരുപാട് സ്ഥാനപ്പേരുകളുള്ള മഹൽ വ്യക്തിത്വമാണ്. ഷായറുൽ നീൽ, ഷായറുൽ ഷാബ്, ഷായറുൽ മുജ്തമർ, ഷായറുൽ മുതഹമ്മിസ് എന്നിങ്ങനെ നിരവധി സ്ഥാനപ്പേരുകൾ കാണാൻ പറ്റും. വുലിദ അല മത്നി സഫീനത്തിൻ കാനത്ത് റാസിയത്തൻ അല നഹ്റിൻ നീൽ അമാമ ഉസിയൂത്ത് എന്ന നഗരത്തിന് മുന്നിലൂടെ ഒഴുകുന്ന നൈൽ നദിയുടെ തീരത്ത് നങ്കൂരമിട്ട ഒരു കപ്പലിലാണ് ഹാഫിദ് ഇബ്രാഹിം ഭൂജാതനായത്. അപ്പൊ നങ്കൂരമിട്ടൊരു കപ്പലാണ് ഹാഫിദ് ഇബ്രാഹിം ഭൂജാതനായത്. വിക്ടർ ഹോഗോയുടെ പാവങ്ങൾ എന്ന കൃതി അദ്ദേഹം ഫ്രഞ്ച് ഭാഷയിൽ നിന്ന് അറബിയിലേക്ക് വിവർത്തനം ചെയ്തു. ഫ്രഞ്ച് ഭാഷയിൽ നിന്ന് ഇദ്ദേഹം അറബിയിലേക്ക് വിവർത്തനം ചെയ്ത ഒരു പ്രധാന കൃതിയാണ് അൽ ബുഅ്സാ. 1911 ദാറുൽ കുത്തുബുൽ മിസ്രിയ എന്നൊരു ഗ്രന്ഥപുരയാണ്, ലൈബ്രറി. ആ ലൈബ്രറിയിലെ അറബിക് വിഭാഗം തലവനായിരുന്നു അദ്ദേഹം. ഇദ്ദേഹത്തിന് ഒരു സ്ഥാനപ്പേര് ലഭിച്ചിട്ടുണ്ട്. 1912 ബക്ക് എന്ന സ്ഥാനപ്പേര് ലഭിച്ചിട്ടുണ്ട്. നല്ല കവിത വരണമെന്നുണ്ടെങ്കിൽ ഞാൻ സങ്കടപ്പെടണം. എനിക്ക് സങ്കടം വരുമ്പോഴാണ് നല്ല കവിത വരാറ്. നല്ല കവിത എന്നാല് അനുശോചന കവിത എനിക്ക് വരണമെന്നുണ്ടെങ്കിൽ, ഒരാളെ കുറിച്ച് അനുശോചിക്കുമ്പോൾ നല്ല കവിത വരണമെന്നുണ്ടെങ്കിൽ അയാളെ കുറിച്ച് ഓർത്ത് എനിക്ക് സങ്കടം വേണം. ഇതാണ് ഹാഫിദ് ഇബ്രാഹിം പറയുന്നത്. റജഅതു ലിനഫ്സി ഫത്തഹംതു ഹസാത്തി വനാദൈതു ഖൗമി ഫഹ്തസബ്തു ഹയാത്തി. അദ്ദേഹത്തിന്റെ വരിയാണ്. അൽ ഉമ്മു മദ്രസത്തുൻ ഇദാ അഅദത്ത ശഅബൻ തയ്യിബൽ ആറാഖി. ഇതും അദ്ദേഹത്തിന്റെ മറ്റൊരു വരിയാണ്, ഈ കവിതയിലുള്ള അല്ല.
മറ്റൊരു കവിതയിലുള്ള ഒരു വരിയാണ്. പ്രധാനപ്പെട്ട ഇതേപോലെ ചോദ്യങ്ങൾ മത്സര പരീക്ഷകൾക്ക് വരുന്ന ഒരു വരിയാണ്. മറ്റു കൃതികൾ നോക്കാം. ലയാലി സത്തീഹ് അൽ ലുഗത്തുൽ അറബിയ ഈ കവിതയാണ്. മറ്റൊന്നാൽ മൂജസ് ഫി ഇൽമിൽ ഇഖ്തിസാദ് 5 വാള്യങ്ങളിലായി രചിക്കപ്പെട്ട ഖലീൽ മുത്രാനും കൂടെ അബ്ദുൽ ഇബ്രാഹിമും ഖലീൽ മുത്രാനും രണ്ടുപേരും കൂടി ചേർന്ന് 5 വാള്യങ്ങളിലായി രചിച്ച കൃതിയാണ് അൽ മൂജസു ഫി ഇൽമിൽ ഇഖ്തിസാദ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മൗസിമുൽ ഹിജ്റ ഇല ഷിമാൽ റിവായത്തുൻ അറബിയത്തുൻ കതബഹ. മൗസിമുൽ ഹിജ്റ ഇല ഷിമാൽ എന്ന അറബിക് നോവൽ ആരെഴുതിയതാണ്? യെസ്, എല്ലാവരും ഉത്തരം എഴുതിയിട്ടുണ്ട്. ആരെഴുതിയതാണ്? തയ്യിബ് സാലിഹ് എഴുതിയതാകുന്നു. തയ്യിബ് സാലിഹ് എഴുതിയതാകുന്നു. അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? സുഡാനുകാരനായ സാഹിത്യകാരനാണ്, നോവലിസ്റ്റാണ്, പത്രപ്രവർത്തകനൊക്കെയാണ്. 20-ാം നൂറ്റാണ്ടിലെ പ്രഗത്ഭനായ സാഹിത്യകാരിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് സ്ഥാനപ്പേര് സാഹിത്യ നിരൂപകരൊക്കെ അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. ആ സ്ഥാനപ്പേര് എന്താ? അബ്തരിയു ദിവായ. യെസ്, അബ്തരിയു ദിവായ അൽ അറബിയ. ദിവായ അമീർ ദിവായ, പിന്നെ റായിദ് ദിവായ, അതൊക്കെ വേറെ ആൾക്കാർക്ക് കൊണ്ടേണ്ടാവും. പിന്നെ തൽക്കാലം അദ്ദേഹത്തിന് പേര് ഒപ്പിച്ചു കൊടുത്തത് ആണാരോ? അബ്തരിയു ദിവായ അൽ അറബിയ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അറബി ഭാഷയിലെ ഷായറുൽ ഖത്രൈൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? അറബിയിലെ ഷായറുൽ ഖത്രൈൻ ആരാണ്? ഖത്തർ എന്ന് പറഞ്ഞാൽ പ്രദേശമാണ്. 2 പ്രദേശത്തിന്റെ സാഹിത്യകാരൻ, അറബിയിലെ 2 പ്രദേശത്തിന്റെ സാഹിത്യകാരൻ ആരാണ് എന്നതാണ് ചോദ്യം. 2 പ്രദേശത്തിന്റെ കവി, അറബിയിൽ 2 പ്രദേശത്തിന്റെ കവി ആരാണ്? ഓക്കെ, ആ 2 പ്രദേശം ആരാണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാം. ബദർ ഷാക്കിർ സിയാബ്, ഖലീൽ മുത്രാൻ, നാസിഖുൽ മലായിക, മഹ്മൂദ് ദർവേഷ്. ഇത്ര എല്ലാവരും എഴുതിയിട്ടുണ്ട്. ഖലീൽ മുത്രാനാണ് ശരി ഉത്തരം. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഷായറുൽ ഖത്തറൈൻ എന്ന പേര് വന്നത്? യെസ്, ഖത്തർ എന്ന് പറഞ്ഞാല് പ്രദേശം അല്ലെ രാജ്യം എന്നൊക്കെ പറയാം. ഖത്രൈനി എന്ന് പറയുമ്പോഴോ 2 പ്രദേശം അല്ലെ 2 രാജ്യം എന്നായി അർത്ഥം. അപ്പൊ 2 രാജ്യത്തിന്റെ സാഹിത്യകാരൻ, കവി എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തിന് അങ്ങനെ വന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ 2 രാജ്യം, ഒന്ന് ലുബ്നാനാണ്, മറ്റൊന്ന് മിസ്റാണ്. അതെന്തുകൊണ്ടാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയായി? അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? ലുബ്നാനിൽ. യെസ്, ജനിച്ചത് ലുബ്നാനിൽ. പിന്നെ കുറച്ചു കാലം ലുബ്നാനിൽ തന്നെ ആയിരുന്നു. പിന്നീട് മിസ്റിലേക്ക് വന്ന് അവിടുന്നാണ് സാഹിത്യ രംഗം അദ്ദേഹം സജീവമാക്കിയത്. അതുകൊണ്ടാണ് മിസ്റിലും ലബനാനിലും 2 പ്രദേശത്ത് നിന്നുകൊണ്ടും സാഹിത്യ രംഗത്ത് മികച്ച സംഭാവനകൾ അർപ്പിച്ചതിന്റെ ബഹുമാനാർത്ഥമാണ്, ആ സമഗ്ര സംഭാവനകളെ ആദരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഷായറുൽ ഖത്രൈൻ എന്ന സ്ഥാനപ്പേരിട്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തത് മഹ്ജറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ആണ്. അൽ ഗിർബാൽ മിൻ മുഅല്ലഫാത്തി. ഗിർബാൽ എന്നത് ആരുടെ രചനയാണ്? മഹ്ജർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ കിട്ടാനുള്ള ക്ലൂ ഒക്കെ കിട്ടിയിട്ടുണ്ടാകും. ആരാണ് ഉത്തരം എന്നും കിട്ടിയിട്ടുണ്ടാകും. തൗഫീഖുൽ ഹക്കീം, മീഖായിൽ ആയിമ, മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ, റിഫാഅ റാഫിഅ അത്തഹ്താവി. ഓക്കെ, എല്ലാവരും ഉത്തരം ചെയ്യണില്ലേ?
തരും ചെയ്യട്ടോ, ഒരു അവസരമാണ്. ഈ അവസരം നഷ്ടപ്പെട്ടാൽ അവസരങ്ങൾ നമ്മെ തേടി വരില്ല. അൽ ഫുർസത്ത് തുഅ്താ വല തഅ്തി എന്ന് പറഞ്ഞില്ല, അൽ ഇൽമു യുഅ്താ വല യഅ്തി. അതേപോലെ അൽ ഫുർസത്ത് തുഅ്താ വല തഅ്തി. അവസരങ്ങളുടെ അടുത്തേക്ക് നമ്മൾ പോകണം. ഈ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാന്ന് പറഞ്ഞാല് അതൊരു ചില്ലറ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ച് ആൻസർ തെറ്റിക്കണമെങ്കിൽ അതിന്റെ ശരി നമ്മുടെ മനസ്സിൽ പതിയാൻ വളരെ ഉപകാരപ്രദമാണ്. അപ്പൊ അതുകൊണ്ട് ഉത്തരം നോക്കാം. മീഖായിൽ നഈമ, ഗിർബാലിന്റെ രചയിതാവ് മീഖായിൽ നഈമ. അദ്ദേഹം മഹ്ജർ സാഹിത്യകാരനാണ്. യെസ്. ഈ ഗിർബാൽ എന്ന കൃതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? അതുമായി നിരൂപണ സാഹിത്യ കൃതിയാണ് അൽ ഗിർബാൽ എന്നുള്ളത്. കൃതിയാണ്. അദ്ദേഹം പ്രവാസ സാഹിത്യകാരന്മാരിൽ പ്രമുഖനാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അത് ഇസ്ലാമിക്കുമായി ബന്ധപ്പെട്ട 2-3 ചോദ്യങ്ങളാണുള്ളത്. അക്മിലിൽ ആയത്ത് പൂർത്തീകരിക്കാം. ഇന്നമാ നുത്ഇമുക്കും ഡാഷ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. ഓക്കെ. ലിഅജ്ലില്ലാഹി ലിവജ്ഹില്ലാഹി ഇഹ്തിസാബൻ മിനല്ലാഹി ലിതവാബില്ലാഹി. ഓക്കെ, ശരി ഉത്തരം ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹി. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹി. വിശുദ്ധ ഖുർആനിൽ ാണ് ആയത്ത് എന്ന് പറയുമ്പോൾ ആ നിലക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ ആയത്തുകൾ ചോദിക്കാം. ഇതുപോലെ ആയത്തുകൾ ചോദിക്കാം. ഓക്കെ. വിശുദ്ധ ഖുർആനിലെ സത്യവിശ്വാസികളുടെ വിശേഷണങ്ങളെ സംബന്ധിച്ച് പറയുന്നിടത്താണ് സത്യവിശ്വാസികൾ ദരിദ്ര നിർധന ദരിദ്ര വിഭാഗങ്ങളായ ആളുകൾക്ക് ഭക്ഷണം നൽകിയിട്ട് പറയും, ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് നിങ്ങൾക്ക് നിന്ന് എന്തെങ്കിലും കിട്ടാനല്ല, നിങ്ങളുടെ നന്ദിയും ഞങ്ങൾക്ക് വേണ്ട. നന്ദി ചെയ്യണം നമുക്ക് ആഗ്രഹമില്ല. അള്ളാഹിന്റെ അടുത്ത് നല്ല വജിഹില്ലാഹി, അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടിയാകുന്നു. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ജമീൽ സിദ്ദിഖി അസ്സഹാബിയെ കുറിച്ചാണ് അടുത്ത ചോദ്യം. നാല് പ്രസ്താവനകൾ അദ്ദേഹത്തെ കുറിച്ച് കാണാം. ഇതിൽ ശരിയായവ ഏതാ? ശരിയായത് ഏവാ? അത് ഇവിടുന്ന് ടിക്ക് ചെയ്യുക. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? അദ്ദേഹം ഷായറുൻ ഇറാഖിയൻ മഷ്ഹൂറുൻ, പ്രസിദ്ധനായ ഇറാഖ് സാഹിത്യകാരനാണ്. ഷായറുൻ മിസ്രി മഷ്ഹൂർ, പ്രസിദ്ധ മിസ്ർ സാഹിത്യകാരനാണ്, കവിയാണ്. ഷായറുൻ മിൻ റുവാദി നഹ്വ അൽ ഹദീസ്, ആധുനിക നവോത്ഥാന നായകരിലെ കവി. ദീവാൻ എന്ന ഒരു രചനക്ക് പുറമെ റുബാഇയാത്ത് എന്ന രചന കൂടി നിർവഹിച്ച കവിയാകുന്നു. ഓക്കെ, ഓക്കെ, ശരി ഉത്തരം സി ആണ്. ശരി ഉത്തരം സി ആണ്. ഇദ്ദേഹം ഇറാഖുകാരനായ പ്രസിദ്ധ കവിയാണ്. ആധുനിക നവോത്ഥാന നായകരിലെ കവിയാണ്. ദീവാൻ എന്ന കൃതിയുണ്ട്. റുബാഇയാത്ത് എന്ന രചന നിർവഹിച്ചിട്ടും ഉണ്ട്. പറഞ്ഞ പോലെ ഇദ്ദേഹം ഇറാഖുകാരനാണ്. ത്വാഹ ഹുസൈൻ ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഇന്നഹു മഅദിയു ഹാദൽ അസ്ർ, ഈ കാലഘട്ടത്തിലെ അബുൽ അല അൽ മഅദിയാണ് ജമീൽ സിദ്ദിഖി അസ്സഹാബി. അബുൽ അല അൽ മഅദി ഏത് കാലഘട്ടക്കാരനാണ്? അബ്ബാസി കാലഘട്ടത്തില് പ്രഭാഷകനാണോ കവിയാണോ? ആരാണ്? യെസ്, കവിയാണ് അദ്ദേഹം. ഓക്കെ, ഇനി അടുത്തൊരു വിശുദ്ധ വാക്യമാണ്. വഖ്ഫിർ ലഹുമാ ഡാഷ് മിനർ റഹ്മ. ഓക്കെ, ഇത് മറ്റേ ആയത്തിനേക്കാൾ സിമ്പിൾ ആയ ആയത്താണ്. ജനാഹദ്ദുല്ലി.
വഖ്ഫിർ ലഹുമാ ജനാഹ ദുല്ലി, ആ മാതാപിതാക്കൾക്ക് വിനയത്തിന്റെ ചിറക് നീ വിരിച്ചു കൊടുക്കണേ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അല്ലഫ ഡാഷ് കിതാബ സൂറി മിൻ ഹയാത്ത് സഹബ. സൂറി മിൻ ഹയാത്ത് സഹബ എന്ന കൃതി രചിച്ചതാരാണ്? എന്ന രചന നിർവഹിച്ചത് ആരാണ്? മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ, ഖാലിദ് മുഹമ്മദ് ഖാലിദ്, മുസ്തഫ സാദിഖ് റാഫിഈ, അബ്ദുറഹ്മാൻ റഫത്ത് ബാഷ. യെസ്, അബ്ദുറഹ്മാൻ റഫത്ത് ബാഷയാണ് ആ രചന നിർവഹിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. സഹാബിയത്തുൻ ഇസ്തഹറത്ത് ബിലഖബി ദാത്തിൻ നിതാഖൈൻ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഹഫ്സ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. അസ്മാ റളിയല്ലാഹു അൻഹ, അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹയാണ് ദാത്തുൻ നിതാഖൈൻ എന്ന പേര് അറിയപ്പെട്ടത്. വിശുദ്ധ ഹിജ്റയുമായി ബന്ധപ്പെട്ട ഏറെ ധന്യമായ ഒരു ചരിത്ര മുഹൂർത്തമാണ് ഇവർക്ക് ദാത്തുൻ നിതാഖൈൻ എന്ന പേര് സമ്മാനിച്ചത്. ചരിത്രം എന്ന് പറയുമാരെങ്കിലും? അവർക്ക് ഭക്ഷണവും വെള്ളം എത്തിച്ചു കൊടുത്തത് അസ്മാ റളിയല്ലാഹു. അപ്പോ അവരുടെ ചരട് 2 കഷ്ണാക്കി ഭക്ഷണവും വെള്ളവും കെട്ടിയപ്പോ ആ സമയത്ത് നബി പ്രാർത്ഥിക്കുന്നതാണ്, നിനക്ക് സ്വർഗത്തിൽ 2 ചരടുകൾ അല്ലാഹു തരട്ടെ എന്ന്. അങ്ങനെ ദാത്തുൻ നിതാഖൈൻ എന്ന പേര് വന്നു. യെസ്, വേറെ ആരോ ഒന്നുകൂടി പറയാൻ ശ്രമിച്ചിരുന്നല്ലോ, പറഞ്ഞോളൂ. നിതാഖ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, പദത്തിന്റെ അർത്ഥം എന്താണ്? അരപ്പട്ടയാണ്, അരപ്പട്ട. 2 അരപ്പട്ടയുള്ളവർ. ഓക്കെ, 2 അരപ്പട്ടയുള്ള ആളാണ് എന്നുള്ള അർത്ഥത്തിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു ഇവരുടെ അടുത്തേക്ക് ഗുഹയിലേക്ക് ഭക്ഷണവുമായി പോയിരുന്ന അസ്മാ റളിയല്ലാഹു അൻഹ. ഭക്ഷണത്തിന് ഇവർക്ക് ഭക്ഷണത്തെ കെട്ടിവെക്കാനും കയറ് വേണമായിരുന്നു. അപ്പൊ തന്റെ മക്കന ഹിമാർ, തന്റെ മക്കനെ 2 കഷ്ണാക്കി. അതിൽ ഒരു കഷ്ണം ആ ഭക്ഷണത്തിന്റെ സുപ്ര, ഒരു കഷ്ണം കൊണ്ട് ഭക്ഷണ സുപ്ര കിട്ടുകയും മറ്റൊരു കഷ്ണം കൊണ്ട് മറ്റൊരു കഷ്ണം അരപ്പട്ടയായി ധരിക്കുകയും ചെയ്തു. അതാണ് ചരിത്രം. അപ്പൊ ഒരു കഷ്ണം കൊണ്ട് അരപ്പട്ടയായി ധരിച്ചപ്പോ റസൂൽ പറഞ്ഞാണ്, നിങ്ങൾക്ക് 2 അരപ്പട്ട, ഇത് കാരണമായി, പ്രവൃത്തി കാരണമായി 2 അരപ്പട്ട നാളെ സ്വർഗലോകത്ത് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ, നൽകട്ടെ. ഓക്കെ, അടുത്ത ചോദ്യം. ഇസ്മുൽ കാമിൽ അബി അത്തയ്യിബ് അൽ മുതനബ്ബി. അബു തയ്യിബ് അൽ മുതനബ്ബിയുടെ പൂർണ്ണനാമം? യെസ്, തരം നോക്കാം. അഹ്മദ് ബിൻ ഹുസൈൻ ബിൻ അബ്ദ് അസ്സമദ്, അതാണ് അബു തയ്യിബ് അൽ മുതനബ്ബിയുടെ പൂർണ്ണനാമം. അബു തയ്യിബ് അൽ മുതനബ്ബി. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് മുത്തനബി എന്നുള്ള പേര് വന്നത്? പ്രവാചകത്വം വാദിച്ചത് കാരണത്താൽ. അബ്ബാസിയ കാലഘട്ടത്തിലുള്ള പ്രഗത്ഭനായ കവിയാണ് ഇദ്ദേഹം. അഷായറുൽ ഹക്കീം, അതല്ലെങ്കിൽ ഷായറുൽ ഹിക്മ എന്നിങ്ങനെ സ്ഥാനപ്പേര് അദ്ദേഹത്തിനുണ്ട്. കൂഫയിലെ കന്ദ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം മരിക്കുന്നത് 300 ഹിജ്റാബ്ദം 354 അതിനൊരു 20-30 വർഷം മുമ്പ് 323 അദ്ദേഹം പ്രവാചകത്വം ബാധിച്ചു. 323 എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ 20 വയസ്സായിട്ടുള്ളൂ. ചെറുക്കനായിരിക്കുമ്പോൾ തന്നെ ഞാൻ പ്രവാചകനാണ് അദ്ദേഹം വാദിക്കുകയാണ്.
അതിന് അദ്ദേഹം പറഞ്ഞത് എനിക്ക് അമാനുഷികമായ സാഹിത്യം കൈവശമുണ്ട്. സാധാരണ മനുഷ്യന്മാർക്കില്ലാത്ത സാഹിത്യം 20 വയസ്സുള്ള എന്റെ കൈവശമുണ്ട്. പ്രവാചകന്മാർക്ക് മാത്രമേ ആ രീതിയിൽ സാഹിത്യം കൈവശമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പ്രവാചകനാകുന്നു. വസ്തദല്ല ബിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുമേനിയുടെ വാക്കാണ് അദ്ദേഹത്തിന്റെ ആധാരം. ലാ നബിയ ബഅദി, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ നബിയ ബഅദി, എനിക്ക് ശേഷം പ്രവാചകൻ ഇല്ല എന്നാണ്. പക്ഷെ ഇത് അദ്ദേഹം ഈ വാക്കിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ലാ നബിയുൻ ബഅദി എന്ന് പറഞ്ഞു. എനിക്ക് ശേഷമുള്ള പ്രവാചകൻ ലാ എന്ന മനുഷ്യനാകുന്നു, ലാ എന്ന് പേരുള്ള ആളാകുന്നു. രണ്ടും അറബി ഗ്രാമറിൽ വായിക്കുമ്പോൾ വ്യത്യാസമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിനെ പറഞ്ഞത് ലാ നബിയ ബഅദി, എനിക്ക് ശേഷം ഒരു പ്രവാചകനും ഇല്ല. എന്നാൽ മുത്തനബി ഇതിനെ വായിച്ചത് ലാ നബിയുൻ, ലാ എന്നത് പ്രവാചകനാകുന്നു ബഅദി, എനിക്ക് ശേഷമുള്ള. വാനസ്മി ഫിസ്സമാ ഇല, മുത്തനബി പറയാണ് ആകാശലോകത്ത് എന്റെ പേര് ലാ എന്നാണ്. ഈ ഇത് സാറേ ഇത് ലാനാഫിയൽ ജിൻസ് ആണോ? ലാനാഫിയൽ ജിൻസായിട്ടാണ് തിരുമേനിയുടെ ഹദീസ് ഉള്ളത്. ഒരു പ്രവാചകനും ഇല്ല എന്ന്. പക്ഷെ ഇദ്ദേഹം ഇത് ദുർവ്യാഖ്യാനം ചെയ്ത് ലാ എന്നുള്ളത് മുബ്തദായിട്ടാണ്. ലാ എന്നത് നബിയും പ്രവാചകനാകുന്നു ഖബർ. ലാ എന്നുള്ളത് ഒരാളെ പേരായിട്ട്. ഹിംസിന്റെ ഭരണാധികാരി ഇദ്ദേഹത്തെ തുറുങ്കിലടച്ചു. ഇംതദഹ സൈഫദ്ദൗല ഫി ഹലബ് 9 അഅ്വാം വഗാഫൂർ വഅബ്ദുദ്ദൗല, അലപ്പോയിലെ സൈഫുദ്ദൗലയെ ഇദ്ദേഹം 9 വർഷത്തോളം വാഴ്ത്തിയിട്ടുണ്ട്. ഗാഫൂറിനെയും വാഴ്ത്തി, അബ്ദുദ്ദൗലയെയും വാഴ്ത്തി. 9 വയസ്സായപ്പോ തന്നെ ഇദ്ദേഹം കവിത ആരംഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വെറുതെ ഇദ്ദേഹം അങ്ങനെ ഒരു അവകാശവാദമൊക്കെ ആയിട്ട് ഉന്നയിച്ചു വന്നത്. കാരണം മാസറലി അബി ഫറാസ് അൽ ഹമദാനി, അബൂ ഫറാസ് അൽ ഹമദാനിയുടെ സമകാലീനനായിരുന്നു ഇദ്ദേഹം. ഇമാമു തരീഖ അൽ ഇബ്ദാഇയ്യ ഫി ശിഅർ അറബി, അറബ് കവിതയിലെ മികവിന്റെ പാതയുടെ ഇമാമായിരുന്നു. ഒരു പ്രത്യേക തരം സിദ്ധിയുടെ നായകനായിരുന്നു. തരീഖ അൽ ഇബ്ദാഇയ്യ എന്ന് പറഞ്ഞാൽ മുൻ മാതൃകയില്ലാത്ത സൃഷ്ടികളുടെ, അതാണ് ഇബ്ദാ, മുൻ മാതൃകയില്ലാത്ത. അന്നേ വരെ അറബ് സാഹിത്യത്തിൽ അവർ അറബ് കവിതാ ലോകത്ത് രചിക്കപ്പെടാത്ത രീതിയിലൂടെ സൃഷ്ടിച്ച ആ രചിക്കപ്പെടാത്ത രീതിയുടെ ഇമാമായിരുന്നു അദ്ദേഹം. സൈഫുദ്ദൗലയുടെ സഹോദരിയായിരുന്നു ഇദ്ദേഹത്തിന്റെ കാമുകി. കാല, ഇദ്ദേഹം പറഞ്ഞു അനവ അബൂതമാം ഹക്കിമാനി ഇന്നമ ഷാറുൽ ബഖ്തുരി, ഞാനും അബൂതമാമൊക്കെ ദാർശനികരാണ്, കവി ബഖ്തുരിയാണ്. അപ്പൊ ഞാൻ കവി അല്ലാന്ന് ഇദ്ദേഹം ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥ കവി എന്ന് പറഞ്ഞ ബഖ്തുരിയാണ്. ഞങ്ങള് കവിതൊക്കെ പറയെങ്കിലും ഞങ്ങൾക്കൊക്കെ ഈ കവിതക്ക് അപ്പുറത്ത് വേറെയും കുറെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും, ഞാനും അബൂതമാമും ഹക്കീമാനിയാണ്, ദാർശനികരാണ്. കാലൻ മുത്തനബി ഫി മദിഹി സൈഫുദ്ദൗല, സൈഫുദ്ദൗലയെ വാഴ്ത്തിക്കൊണ്ട് മുത്തനബി പറഞ്ഞു വലം അറ ഖബലി മൻ മശൽ ബഹ്റു നഹ്വഹു വലാ റജുലൻ ഖാമത് തുആനിഖുൽ ഉസ്ദു. സൈഫുദ്ദൗലയെ വാഴ്ത്തിക്കൊണ്ട് പറയാം. ഇവിടെ ബലാഗയിലെ ഒരു പ്രസിദ്ധമായ വരിയാണ് ഇത്. ഇവിടെ സൈഫുദ്ദൗലയെ ഏത് പദമായിട്ടാണ്, ആരുമായിട്ടാണ് ഉപമിച്ചത്? പഠിച്ചിട്ടുണ്ടാവും. ബഹറുമായിട്ടാണ് ഉപമിച്ചത്. ബഹറുമായിട്ടാണ് ഉപമിച്ചത്. ആ വിശദാംശങ്ങളിൽ കിടക്കുകയല്ല, അത് ബലാഗയാണ്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ ഒരു വരി നോക്കാം. ഫൽ ഖൈലു വല്ലൈലു വൽ ബൈദാഉ തഅരിഫുനി വസ്സൈഫു വറുംഹു വൽ ഖിർതാസു വൽ ഖലമു. ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇബ്നു റശീഖ് അൽ ഖൈറുവാനി പറഞ്ഞു സുമ്മ ജാഅ അൽ മുതനബ്ബി, പിന്നീടാണ് മുതനബ്ബി വന്നത്. ഫമലഅ ദുനിയ വശഗല നാസ, അങ്ങനെ ഉലകം മുഴുവൻ അദ്ദേഹം നിറച്ചു, ഉലകം നിറച്ചു, ജനങ്ങൾക്കൊക്കെ പണി കൊടുത്തു. ശഗല നാസ, ജനങ്ങൾക്ക് പണി കൊടുത്തു. എന്ത് പണിയാ? നല്ല നല്ല കവിത രചിച്ച് ജനങ്ങളൊക്കെ ആ കവിതയിൽ, ഈ മുത്തനബിയുടെ കവിതയിൽ വ്യാപൃതരായി എന്നവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ.
അത് ഹജ ലബ്ബത്തുൽ അസദി ശദീയത്തുൽ ഹജ, ലബ്ബത്തുൽ അസദിയെ നിശിതമായി ആക്ഷേപിച്ചു. ലമ്മ കാന മുത്തനബി അർജൽ കൂഫ മഅ ഇബ്നിഹി മുഹമ്മദ് വഗുലാമിഹി മുഫ്ലിഹ്, മകൻ മുഹമ്മദിന്റെയും അടിമ മുഫ്ലിഹിന്റെയും കൂടെ കൂഫയിലേക്ക് മടങ്ങുന്ന മുത്തനബി ലഖിയഹു ഫാത്തിഖുൽ അസ്ദി, ആ മുത്തനബിയെ ഫാത്തിഖുൽ അസ്ദി എന്ന് പറഞ്ഞ ആൾ കണ്ടു. ഫാത്തിഖുൽ അസ്ദി ആരാണ്? ഫിത്തരിക്ക് വഴിയിൽ വെച്ച് കണ്ടു. ഹുവ ഖാലു ലബ്ബത്തുൽ അസ്ദി, ലബ്ബത്തുൽ അസദിയുടെ മാതാവിന്റെ സഹോദരനാണ് ഫാത്തിഖുൽ അസ്ദി. അപ്പൊ ലബ്ബത്തുൽ അസ്ദിയുടെ അമ്മോന്. ലബ്ബത്തുൽ അസ്ദീനെയാണ് മുത്തനബി ആക്ഷേപിച്ചാണ്ട് പോരുകയാണ്. മുത്തനബി ആക്ഷേപിച്ചാണ്ട് കൂഫയിലേക്ക് വരുന്ന ഇടയ്ക്ക് ലബ്ബത്തുൽ അസദിയുടെ അമ്മാവൻ മുത്തനബിയെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. തക്കാത്തൽ ഫരിയക്കാനി വഖുത്തിലു, അങ്ങനെ ഇരുവരും അവിടെ വെച്ച് വഴിയിൽ വെച്ച് യുദ്ധം നടത്തി. അങ്ങനെ മുത്തനബിയും മകനും ഗുലാമൊക്കെ ആ വഴിയിൽ വെച്ച് മരണം വരിച്ചു. ഭൃത്യന് ഗുലാമാണ്, ഗുലാമ ഭൃത്യൻ. ഈ മുഹമ്മദ് എന്ന് പറയുന്നത് മകനാണല്ലേ? മകനാണ്. അതേ ഈ മറ്റേ ഈ വൽഹൈലു വല്ലൈലു വൽ ബൈദ താരിഫിനി എന്ന് പറഞ്ഞ ആ ബൈത്ത് കൊണ്ടല്ലേ അദ്ദേഹം കൊല്ലപ്പെട്ടെന്ന് പറയണേ? കത്തല ഷിറഹു എന്ന് പറയുന്നത് ഈ ബൈത്തിനല്ലേ? അത് ഈ ഭൃത്യന് ചോദിച്ചു, നിങ്ങള് ഈ ബൈത്തൊക്കെ പാടിയ ആളായിട്ട് പേടിച്ചോടുകയാണോ ചോദിച്ചു. അപ്പൊ അവിടെ നിന്നപ്പോഴാണ് ഫാത്തിഖുൽ അസ്ദി കൊന്നത്. അങ്ങനെ അറിയപ്പെടുന്നുണ്ടല്ലോ, തന്റെ കവിത അദ്ദേഹത്തെ കൊന്നു എന്ന് പറയപ്പെടുന്നത്. അതെ, അത് അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ഒരു ഇത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇമ്മാതിരി വലിയ കവിത കഴിച്ച് വീമ്പളക്കിയിട്ട് എന്നിട്ട് ഇവിടെ ഇവരെ മുന്നിൽ നിന്ന് ഒളിച്ചുവിടാണോ, ഇവരോട് നേരിടാതെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ ഇദ്ദേഹം പറയുന്നുണ്ട്, നീ ശപിച്ചു പോട്ടെ, നീ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തെ ഈ ഗുലാമിനെ ശപിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്നെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയാണ്, യുദ്ധത്തിന് പ്രേരിപ്പിച്ച ഞാൻ എന്തായാലും മരിക്കും, അങ്ങനെ പ്രേരിപ്പിച്ച നീ ശപിച്ചു പോട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം യുദ്ധത്തിന് ഇറങ്ങുകയാണ്. അതോടെ അങ്ങനെ അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്യാണ്. ഇനി അടുത്തത് ഒരു ചോദ്യം. അൻത അശ്അറു മൻ അൻഷദനി ഖാലഹ അബൂ തമാം. ഈ കലിമത്തിന് അബൂ തമാം പറഞ്ഞു അനി ഷായരി, ആരോട്? ഷായരി എന്നുണ്ട്, ആരോട് പറഞ്ഞു? ഓക്കെ, ബുഹ്തുരിയോട് പറഞ്ഞു. ബുഹ്തുരിയും അബൂ തമാമും തമ്മിലുള്ള ബന്ധം എന്താണ്? ഗുരു ശിഷ്യ ബന്ധമാണ്. ആരാണ് ഗുരു? അബൂ തമാം. അബൂ തമാമാണ് ഗുരു. ശിഷ്യനോ? ബുഹ്തുരി അല്ലേ? ശിഷ്യൻ ബുഹ്തുരി. ഇനി അടുത്ത ചോദ്യം. ഇതിൽ അബൂ തമാമിനെയും ബുഹ്തുരിയെയും കുറിച്ച് വളരെ ലളിതമായി ഒന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അബൂ തമാം സിറിയയിലാണ് അദ്ദേഹം ജനിച്ചത്. അശ്വറാൽ മുഹദ്ദിഥീൻ, ഇത്തിരി നവീനമായ രീതിയിൽ കവിത രചിക്കുന്ന ആളുകൾപ്പെട്ട ആളാകുന്നു. കാല അബുലലാൽ മാരി പറയുന്നു, അബൂ തമാം അൽ മുത്തനബി ഹക്കീമാനി ഇന്നമ ശായർ അൽ ബുഹ്തുരി. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. ജമാ അബൂ തമാം അൻ നഖായിള ബൈന ജരീർ വഖ്തൽ, ജരീറിന്റെയും മഖ്തലിന്റെ ഇടയിലുള്ള നഖായിളിനെ സമാഹരിച്ചത് അബൂ തമാം ആകുന്നു, ക്രോഡീകരിച്ചത്. അക്ബർ അലൈഹി ഇഷാഖുൽ അദബി വൽ മദ്ഹി ഇഖ്ബാലൻ ലം യബ്ഖ ലഗൈരിഹി മജാലൻ ഹത്താ ലം യസ്തതി അഹദ മിന അശ്ശുറാ അയക്സിബ ദിർഹമൻ ബിശ്ശരി ഫി ഹയാതി. അബൂ തമാം വന്നതോടുകൂടി പിന്നെ എല്ലാ ആളുകളും അബൂ തമാമിനെയാണ് PR വർക്കിന് വേണ്ടി വിളിക്കുന്നത്. എല്ലാ സാഹിത്യ പ്രേമികളും ഈ വാഴ്ത്താൻ പൂതിയുള്ള ആളുകൾ ഉണ്ടാവും. രാജാക്കന്മാരൊക്കെ PR വർക്ക് നടത്താനൊക്കെ ആഗ്രഹിക്കുന്ന രാജാക്കന്മാര്, അവരൊക്കെ അന്നത്തെ പ്രധാന PR വർക്ക് കവിതയാണല്ലോ. കവിത രചിക്കാൻ വേണ്ടി ആരെ വിളിക്കല്? അബൂ തമാമിനെയാണ് വിളിക്കല്. അപ്പൊ അക്കാലത്ത് ഒരു നയാ പൈസ പോലും അബൂ തമാം അല്ലാത്ത കവികൾക്ക് ഈ മേഖലയിൽ നിന്ന് PR വർക്ക്, അതല്ലെങ്കിൽ ഇങ്ങനെ രാജാക്കന്മാരടുത്ത് പോയി പാടിയിട്ട്
അബുത്തമാമുള്ള കാലത്ത് കിട്ടാറില്ലായിരുന്നു. കാരണം അബുത്തമാമിനായിരുന്നു ഫുൾ അവസരങ്ങൾ ഉണ്ടായിരുന്നത്. യെസ്. മുവല്ലദ് കവികളിലെ രണ്ടാം വിഭാഗത്തിന്റെ തലവനാണ്. മുവല്ലദ് കവികളിലെ രണ്ടാം വിഭാഗത്തിന്റെ മുവല്ലദ് എന്ന് പറഞ്ഞാല് അനറബി മാതാക്കൾക്ക് ജനിച്ച സാഹിത്യകാരന്മാർ കവികൾ എന്നാണ് അതിന്റെ ഒരു നിർവചനം. ഇന്നഹു ഹഫിള 14,000 ഉർജൂസത്തിൻ ഗൈറുൽ ഖസായിദുൽ മക്തുവാത്ത്. ദീർഘകാവ്യങ്ങൾ, ഖസായിദ്, മക്തുവാത്ത് എന്ന നുറുങ്ങ് കാവ്യങ്ങൾ, ചെറിയ ചെറിയ കഷ്ണം കവിതകളും ദീർഘ കവിതകളും അല്ലാത്ത റജ്സ് രൂപത്തിലുള്ള 14,000 കവിത ഇദ്ദേഹത്തിന് മനഃപ്പാടമുണ്ട്. ഓക്കെ. ഇദ്ദേഹത്തിന്റെ കൃതികൾ അൽ ഹമാസ, റുഹൂലു ഷുഅറ, ഒരു വരി കവിതയാണ്. അസ്സൈഫു അസ്ദഖു അംബാഅ മിനൽ കുതുബി ഫി ഹദ്ദിഹിൽ ഹദ്ദു ബൈനൽ ജദ്ദി വൽ ലഅബി. ഗ്രന്ഥങ്ങളെക്കാൾ കൂടുതൽ സത്യം പറഞ്ഞുതരിക ആരാണ്? വാളാണ് എന്നാണ് അതിന്റെ ചുരുക്കം. ഇപ്പൊ ഉസ്താദായ അബൂ തമാമിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ബഹ്തുരിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹിംസിലെ മമ്പജിലാണ് അദ്ദേഹത്തിന്റെ ജന്മം. ഷായറുൽ ഹഖീഖി എന്ന സ്ഥാനപ്പേരുണ്ട്. ഷായറുൽ ഹിക്മ എന്ന സ്ഥാനപ്പേരുണ്ടായിരുന്നു ആർക്ക്? മുത്തനബിക്ക്. ഷായറുൽ ഹക്കീം എന്നും ഷായറുൽ ഹിക്മ എന്നും. പിന്നെ ഷായറുൽ വസ്ഫ് എന്ന സ്ഥാനപ്പേര് അദ്ദേഹത്തിനുണ്ട്. ഷായറുൽ ഹഖീഖി, ഷായറുൽ വസ്ഫ്. ബഹ്തുരി എന്ന പേര് അദ്ദേഹത്തിന് കൈവന്നത്, അദ്ദേഹത്തിന്റെ പേര് അബൂബാദ് അൽ വലീദ് എന്നാണല്ലോ അദ്ദേഹത്തിന്റെ പേര്. ബഹ്തുരി സ്ഥാനപ്പേരാണ്. കുറിയ ആളായത് കാരണത്താൽ, പൊക്കം കുറഞ്ഞതു കാരണത്താലാണ് അദ്ദേഹത്തിന് വന്നത്. എന്നാൽ മറ്റൊരു അഭിപ്രായം ഉണ്ട്, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പേര് ത്വയ്യ എന്നാണ്. തൊയ്യ് ഗോത്രാണ്. ആ ഗോത്രത്തിലെ പല കുടുംബങ്ങളുണ്ടാവും. കുടുംബത്തിന്റെ പേരാണ് ബഹ്തുർ. തൊയ്യ എന്ന വലിയ ഗോത്രത്തിലെ ഒരു കുടുംബത്തിന്റെ പേരാണ് ബഹ്തുർ എന്നതാണ്. വസ്ബഹ തൽമീദ് അലി അബീ തമാം, അബൂ തമാമിന്റെ ശിഷ്യനായിരുന്നു ഇദ്ദേഹം. ഖാല ലഹു അബൂ തമാം യൗമൻ, അബൂ തമാം ഇദ്ദേഹത്തോട് പറഞ്ഞു, അൻത അശ്അറു മൻ അൻശദനി. അതിന്റെ അർത്ഥം എന്താണ്? അൻത അശ്അറു മൻ അൻശദനി, എനിക്ക് പാട്ട് പാടി തന്നതിൽ ഏറ്റവും നല്ല കവി താങ്കളാണ്. എനിക്ക് പാട്ട് പാടി തന്നവരിൽ ഏറ്റവും നല്ല ആള് നീയാണ്. ശിഷ്യനോടാ പറയണത്. എന്റെ അടുത്ത് കുറെ ആളുകൾ വന്ന് പാട്ട് പാടി നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ വിധി നിർണ്ണയിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറെ ആൾ എൻ്റെ അടുത്ത് പാട്ട് പഠിച്ചു പോയിട്ടുണ്ട്. എന്നാലും എനിക്ക് ഇതുവരെ പാട്ട് പാടി തന്ന ആളുകളിൽ ഏറ്റവും നല്ല കവി നീയാകുന്നു എന്ന് ഒരു അധ്യാപകൻ തന്റെ വിദ്യാർത്ഥിക്ക് സാക്ഷ്യപ്പെടുത്തി കൊടുക്കുകയാണ്, സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ഓക്കെ. അബൂ തമാം വേറൊരു ദിവസം അദ്ദേഹത്തോട്, ശിഷ്യനായ ബഹ്തുരിയോട് പറഞ്ഞു, അൻത വല്ലാഹി യാ ബുനയ്യ അമീർ ഗദൻ ബഅദി, നാളെ ഞാൻ മരിച്ചാൽ പിന്നെ അമീർ ഷുറ നീയാകുന്നു. ഞാൻ മരിച്ചാൽ കേട്ടോ, നാളെ ഞാൻ മരിച്ചാൽ പിന്നെ അമീർ ഷുറ നീയാകുന്നു. അഥവാ മരിച്ചോളും ഞാൻ തന്നെയാണ് അമീർ ഷുറ. പിന്നെ ഏറ്റവും വലിയ കവി നാട്ടിലുള്ളത് തന്നെയാണ്. ബഹ്തുരിക്കും ഹമാസ എന്ന കിതാബുണ്ട്. ഇദ്ദേഹത്തിന്റെ കവിതകളെ സലാസിലു ദഹബ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇംറുൽ ഖൈസിന്റെ ശൈലിയായിരുന്നു ബഹ്തുരിക്ക് കവിതയിൽ ഉണ്ടായിരുന്നത്. ബഹ്തുരിയുടെ കവിതാ ശൈലി ഇംറുൽ ഖൈസിന്റേതായിരുന്നു. മിൻ അഖ്വാലിഹി ബിൽ ബിദ്ദി സുംത വ അൻത അഫ്ളു സൈമിൻ ബിസുന്നത്തില്ലാഹി അർളിയതി തുഫ്തിറു. ഇത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു വാക്യം ആകുന്നു. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ള ചോദ്യങ്ങളായിട്ടുണ്ടായിരുന്നത്. ഇതിൽ ബഹ്തുരി, അബൂ തമാം, മുത്തനബി, പിന്നെ രണ്ട് ആയത്തുകൾ, ജുബ്രാൻ, മിഖായിലിനെയും അടക്കമുള്ള കുറെ സാഹിത്യകാരന്മാര്, ഇവരൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ. ഇതോടെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ശുക്രൻ, ജസാക്കുമുല്ലാഹു അഹ്സനൽ ജസാ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.